ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തായാലും നിങ്ങൾ കണ്ടു കാണും. മനുഷ്യരെ നമുക്ക് ഭക്ഷണം തരുന്നു, താമസ സൗകര്യം തരുന്നു, സ്നേഹം തരുന്നു, അവരും ദൈവമാണെന്ന് നായയും താൻ ദൈവമാണെന്ന് പൂച്ചയും ചിന്തിക്കുന്നതായിട്ടാണ് ഈ ട്രോള്. പക്ഷെ ശരിക്കും ഇത് ഇങ്ങനെയാണോ? എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ കൂടെ പോണത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ആന്ത്രോപോമോർഫൈസിങ് ആംഗിളിലൂടെ നോക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നത്. അതായത് ഒരു മനുഷ്യൻ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, ആ ഒരു ആംഗിളിലൂടെ തന്നെ പൂച്ചകളെയും നായകളെയും നമ്മൾ ഒരുമിച്ച് കാണുന്നു. നായയുടെയും പൂച്ചയുടെയും ജീവിത രീതി വ്യത്യസ്തമാണ്. മനുഷ്യരെ പോലെ കൂട്ടമായി ജീവിക്കുന്ന നായകളുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാൻ കഴിയും. കൂട്ടമായി ജീവിച്ച് കൂട്ടമായി വേട്ടയാടി ജീവിക്കുന്ന നായകൾക്ക് മനുഷ്യരുടെ കൂടെയും കൂടാൻ അധികം ബുദ്ധിമുട്ടില്ല. ഒരു നായക്കൂട്ടത്തിലെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മ മാത്രമല്ല അവരെന്നെ ടേക്ക് കെയർ ചെയ്യുക, എല്ലാ നായകളും കൂടിയാണ് ആ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തൻ്റെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളെയും നായകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അപകടങ്ങളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതും.